Good morning, all. My name is Ashwin P. Chandran. I am Director of CGP Career Avenues. ഈ വീഡിയോയും ചെയ്യുന്നത് കറണ്ട് S7 സ്റ്റുഡൻസിനാണ്, ഫൈനൽ ഇയർ സ്റ്റുഡൻസിനാണ്. ഓക്കെ, അപ്പം നിങ്ങൾ പ്ലേസ്മെന്റ്സിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ദർ ഇസ് എ സ്മോൾ റെസിസ്റ്റൻ ഓൺ റിക്രൂട്ട്മെന്റ്സ്. പണ്ടത്തെ അത്ര ഹൈ നമ്പേഴ്സ് അല്ല, ബട്ട് സ്റ്റിൽ ഇസ് ഹാപ്പനിങ്. ഓക്കെ, പല IITസിലും ചില IITസിൽ അറ്റ്ലീസ്റ്റ് ഫണ്ട് കൊടുക്കുന്ന അതേ പാക്കേജിൽ കമ്പനീസ് ഹയർ ചെയ്യുന്നില്ല. ഇറ്റ്സ് റിഫ്ലക്റ്റഡ് എവരിവെയർ. സോ ഇഫ് യു ആർ നോട്ട് പ്ലേസ്ഡ് ടിൽ നൗ, ഒന്നും പാനിക് ആവേണ്ട ആവശ്യമില്ല. ഡോണ്ട് ബി പാനിക് ഫോർ ദാറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇനിയും ഇഷ്ടംപോലെ അവസരം കിട്ടും. ബട്ട് യു ഹാവ് ടു പ്ലാൻ യുവർ സ്റ്റഡീസ് പ്രോപ്പർലി. ഇത് നിങ്ങൾക്ക് ഫൈനൽ ഇയർ പ്രോജക്റ്റ് ഉണ്ട്, സെമിനാർ ഉണ്ട്, പിന്നെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്രൈ യുവർ ബെസ്റ്റ് ടു ഗെറ്റ് എ ജോബ്. ഓഫ് കോഴ്സ് 5 to 10% സ്റ്റുഡൻസിന് ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടും പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട്. ഇപ്പോഴും 2024 പാസ് ഔട്ട് ബാച്ചിന് ഓഫ് ക്യാമ്പസ് ഡ്രൈവ്സ് നടക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതിനവർക്ക് കോഴ്സ് ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ദേ ഗെറ്റ് എ ഗുഡ് ജോബ് വിത്ത് ഹൈ, ലൈക്ക് അക്സെഞ്ചർ, അങ്ങനെ പല കമ്പനീസിലും ആ ടൈപ്പ് കമ്പനീസിൽ പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. സോ ഈവൻ ഇഫ് യു ആർ നോട്ട് പ്ലേസ്ഡ് ഓർ ഇഫ് യു ആർ നോട്ട് പ്ലേസ്ഡ്, ഡോണ്ട് ഫീൽ ബാഡ്. ഒന്നും പാനിക് ആവേണ്ട ആവശ്യമില്ല. ഒറ്റ കാര്യമുള്ളത്, നിങ്ങളുടെ എവിടെയാണ് വീക്ക്നെസ് ഉള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഏത് ഏരിയയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസിന്റെ പുതിയൊരു കൾച്ചർ എന്ന് പറഞ്ഞാൽ many don't take placement preparation seriously. ഓക്കെ, ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം പല കുട്ടികളും ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്നവരാണ്. ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് പ്രാക്ടീസ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വി ക്യാൻ കാറ്റഗറൈസ് കമ്പനീസ് ഇൻ ടു ടു. ഓക്കെ, വൺ ഈസ് IT based companies, സെക്കൻഡ് വൺ ഈസ് കോർ കമ്പനീസ്. IT based കമ്പനീസ് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. SB stands for service based companies and PB stands for product based companies. Product based കമ്പനീസിന് ഹൈ ലെവൽ കോഡിംഗ് ആവശ്യമാണ്. സർവീസ് ബേസ്ഡ് കമ്പനീസിന് ബേസിക് കോഡിംഗ് ആവശ്യമുള്ളൂ. ഓക്കെ, ഇപ്പൊ കോഡിംഗ് എന്ന് പറയുമ്പോൾ യു ഷുഡ് നോ വൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് സംടൈംസ് ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ്. കോർ കമ്പനീസ് എന്ന് പറഞ്ഞാൽ അത് പുതിയ വളരെ കുറവാണ്. ബട്ട് നൗ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് ഇൻ ടു കോർ കമ്പനീസ് ഓൾസോ. ഈ കോർ എന്ന് പറയുമ്പോൾ സ്മോൾ കമ്പനീസ് വിച്ച് പേ വെരി ലെസ് പാക്കേജ് ഞാൻ എൻകറേജ് ചെയ്യാറില്ല കുട്ടികളോട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. എപ്പോഴും പറയാറുണ്ട്, അതിനെക്കാട്ടി നല്ല ഗേറ്റ് പഠിക്കുന്നതാണ്. ബട്ട് ലൈക്ക് ബോഷ്, ഷോബ ഡെവലപ്പേഴ്സ്, L&T, അമേരിക്കൻ മെഗാ ട്രെൻഡ്, വിൻവിഷ്, അങ്ങനെ അത്യാവശ്യം കുറെ കോർ കമ്പനീസ് ഉണ്ട്. അതിൽ പ്ലേസ്മെന്റ് കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. ഓക്കെ, അതിന് യു ഷുഡ് ബി വെരി ഗുഡ് ഇൻ യുവർ സബ്ജക്ട്സ്. ഓഫ് കോഴ്സ് ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്കാണെങ്കിൽ അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ തിയറിറ്റിക്കലിനെക്കാട്ടി പ്രാക്ടിക്കൽ അപ്രോച്ച് ആണ് ഇവിടെ കൂടുതൽ ആവശ്യം. ആ ടൈപ്പ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിന് നിങ്ങൾ ആ രീതിയിലൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഓക്കെ, അപ്പം ഇതുവരെ പ്ലേസ്ഡ് ആയില്ല എന്നുണ്ടെങ്കിലും ഡോണ്ട് ഫീൽ ബാഡ്. ഡെഫിനറ്റ്ലി, കാരണം ഇതിനർത്ഥം ഇതുവരെ പ്ലേസ്ഡ് ആയ കുട്ടികൾ വളരെ മിടുക്കന്മാരോ പ്ലേസ്ഡ് ആവാത്ത കുട്ടികൾ അങ്ങനെയല്ല ഒന്നും ഇതില്ല. ഓക്കെ, സോ ഡെഫിനറ്റ്ലി വാട്ട് യു ഹാവ് ടു ഡു ഈസ് അനലൈസ് ചെയ്യുക ഏത് ഏരിയയാണ് ഇമ്പോർട്ടന്റ് ആവണം. ഇപ്പൊ ചില കുട്ടികൾ ചില കമ്പനീസിൽ ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ആവും, അടുത്ത കമ്പനിയിൽ ഇന്റർവ്യൂ പാർട്ടാണ് എലിമിനേറ്റ് ആവണം. ദാറ്റ് ഓൾ ക്യാൻ ഹാപ്പൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് പാർട്ട്, വെർബൽ പാർട്ട്, റീസണിംഗ് പാർട്ട് ഒരു എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കുക. എന്നിട്ട് സീ ഹൗ യു ആർ പെർഫോമിംഗ് ഇൻ ദാറ്റ് ഏരിയ. സെക്കൻഡ് പാർട്ട് കോഡിംഗ് പാർട്ട്. നമ്മളെപ്പോഴും CGP കരിയർ റെവന്യൂസ് എപ്പോഴും കോഡിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന C പ്രോഗ്രാമിംഗിലാണ്. പല കുട്ടികളും ചോദിക്കാറുണ്ട്, പൈതണിലോ ജാവയിലല്ലേ ചെയ്യേണ്ടതെന്ന്. വൈ വി ഗോ ഫോർ C എന്ന് പറഞ്ഞാൽ പല കമ്പനീസും സ്യൂഡോ കോഡ് റൗണ്ട് ഉണ്ട്. ആ സ്യൂഡോ കോഡ് റൗണ്ടും ബേസിക് C ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന റൗണ്ട് ഉണ്ട്. അതിന് C പഠിച്ചേ പറ്റുള്ളൂ. സോ ആൻഡ് ഡേറ്റാ സ്ട്രക്ചേഴ്സ് കൺസെപ്റ്റ്സ് ഒക്കെ C കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആണ്. ദാറ്റ് ഈസ് വൈ we prefer C programming. But if you're good in Python or Java, you just follow that. Okay, അപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സാമിന്റെ തലേദിവസം പ്രിപ്പയർ ചെയ്ത് ശീലിച്ചവരാണ്. ഓക്കെ, സോ പ്ലേസ്മെന്റ്സ് വരുമ്പോഴും അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ മതി എന്ന് വിചാരിക്കാറുണ്ട്. ആൻഡ് ദേ ലോസ് സോ മെനി ഓപ്പർച്യൂണിറ്റീസ് ടിൽ നൗ. സോ ചില കുട്ടികൾ ശരിക്കും പഠിച്ചിട്ടും കിട്ടാത്തവരുണ്ട്. സോ ഡോണ്ട് ഫീൽ സോറി ഓർ ബാഡ് ഫോർ ദാറ്റ്. നൗ വാട്ട് യു ഹാവ് ടു ഡു എന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങളുടെ പ്ലേസ്മെന്റ്സ് എല്ലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഏതൊക്കെ കമ്പനിയാണ് പ്ലേസ്മെന്റ്സിന് വരുന്നത് നോക്കുക. ലൈക്ക് മന്ത്ലി ഒരു 40 hours ഡെഡിക്കേറ്റ് ഫോർ പ്ലേസ്മെന്റ്സ്. ട്രേഡിങ്ങിന് ഇത് നിങ്ങൾ ഗേറ്റോ കാറ്റോ പ്രിപ്പയർ ചെയ്ത് നഷ്ടം ഉണ്ടാവില്ല, കാരണം ആപ്റ്റിറ്റ്യൂഡ് പാർട്ട് രണ്ടിനും ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അതില് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഏരിയ ഏതാണോ
അതിന് 20 hours spend 50% of time അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് വെർബൽ റീസണിങ് പാർട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. GD നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ഇന്റർവ്യൂസും പറ്റാവുമെങ്കിൽ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരും. അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ കോഡിംഗ് പാർട്ട് ഇനിയും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ബേസിക്കിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ബട്ട് യു ഹാവ് ടു പുട്ട് സം ഡീസെന്റ് എഫേർട്ട് ടുവേർഡ്സ് ദാറ്റ്. ഇപ്പൊ പ്ലേസ്മെന്റ് കിട്ടാത്ത ഒരു ഡ്രോബാക്ക് ആയിട്ട് കണക്കാക്കണ്ട. ബട്ട് ഇനി നമ്മൾ ഉണർന്ന് പഠിച്ചില്ലെങ്കിൽ then it may affect your career. അതുകൊണ്ട് പാനിക് ഒന്നും ആവേണ്ട ആവശ്യമില്ല. യു ക്യാൻ സ്റ്റാർട്ട് നൗ അറ്റ്ലീസ്റ്റ്. അങ്ങനെ പഠിച്ചൊരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി ടു ട്രൈ ടു ക്രാക്ക് പ്ലേസ്മെന്റ്സ്. ഓക്കെ, അപ്പൊ CGP നമ്മുടെ ഓർഗനൈസേഷന്റെ പേര് സെന്റർ ഫോർ ഗേറ്റ് ആൻഡ് പ്ലേസ്മെന്റ് എന്നാണ്. വി ആർ ഡൂയിങ് മെയിൻലി 2 programs. One is placement training, second one is integrated course for GATE, ISRO and all PSU exams. ഇന്ന് പണ്ടത്തെ പോലെയല്ല, മിക്ക കോളേജസും they do placement training in the campus. We are also helping many colleges by doing training in the campus. പക്ഷെ ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ്സിന്റെ ട്രെയിനിങ്ങിന്റെ കേസിൽ ഒരു ടൈം ലിമിറ്റേഷൻ ഉണ്ട്. ഒരു കോളേജിന് മാക്സിമം ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് 10 to 15 days ആണ്. ഇപ്പൊ ചില കുട്ടികൾക്ക് ഇപ്പൊ കോഡിംഗ് ഒട്ടും അറിഞ്ഞൂടാത്ത ഒരു കുട്ടിയാണെന്ന് വെക്കുക, അല്ലെങ്കിൽ GD പേഴ്സണൽ ഇന്റർവ്യൂ വീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെന്ന് വെക്കുക, അവർക്ക് ചിലപ്പോൾ ഒരു മെന്റർഷിപ്പ് ആവശ്യമാണ്. സോ നമുക്ക് ഒരു മെന്റേർഡ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ those students who are joining for placement training, we have a mentored system like what we do for GATE program. Mentored system എന്ന് പറഞ്ഞാൽ ഓരോ വീക്കിലും നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് tell you people to study. അത് നിങ്ങൾ അതേപോലെ പഠിക്കുക. പ്ലസ് നമ്മൾ will give you an app, okay, where you can see all the videos, and this mentored system will help you to watch these many videos every week. ഇത് കൂടാതെ we have some live classes every month, like 4 to 6 live classes every month. ഇതും കൂടെ ആവുമ്പം നോർമലി സോ കോൾഡ് നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കില് നിങ്ങൾ ഔട്ട് ഓഫ് 10 നിങ്ങൾ കൊടുക്കുന്ന 2 ആണെന്ന് വെക്കുക, യു ക്യാൻ ജംപ് ടു 6. നിങ്ങൾ 5 ആണെങ്കിൽ യു ക്യാൻ ജംപ് ടു 8. ആ ലെവലിൽ നിങ്ങൾക്കൊരു അപ്ഫ്രണ്ട് ഉണ്ടാവാൻ എളുപ്പമാണ്. ഓക്കെ, പിന്നെ നമ്മുടെ റെസ്യൂമേ കറക്ഷൻ സിസ്റ്റം ഉണ്ട്. വി പ്രൊവൈഡ് അൺലിമിറ്റഡ് മോക്ക് ഇന്റർവ്യൂസ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ കേസിൽ വി ആർ അസോസിയേറ്റഡ് വിത്ത് മെനി HRs ഇൻ ട്രെയിനിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് HRs ആ കമ്പനി ഹയർ ചെയ്യുന്നില്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് യു ടു ഗെറ്റ് എ ജോബ് ഓൺ യുവർ ഓൺ. അതാണ്. ഓഫ് കോഴ്സ് നമ്മൾ എല്ലാ വർഷവും 4 to 5 ഡ്രൈവ്സ് നമ്മുടെ സ്റ്റുഡൻസിന് അറേഞ്ച് ചെയ്യാറുണ്ട്, വാല്യൂ അഡീഷൻ. ബട്ട് ദ ബേസിക് പർപ്പസ് ഓഫ് അവർ ട്രെയിനിങ് ഇസ് ടു ഹെൽപ്പ് യു ടു ഗെറ്റ് എ ജോബ് ഓൺ യുവർ ഓൺ. ഓക്കെ, നമുക്ക് അങ്ങനെ സ്ട്രക്ചർഡ് സിസ്റ്റം ഉണ്ട്. പൊതുവേ ഉള്ള കമ്പനികളുടെ പാറ്റേൺ ട്രെയിനിങ് എല്ലാവരുടെയും മെജോറിറ്റി കമ്പനീന്റെ പാറ്റേൺസ് അവൈലബിൾ ആണ്. ബിക്കോസ് വി ആർ ഡൂയിങ് പാൻ ഇന്ത്യ ഇൻ ഓൺലൈൻ മോഡ് ആൻഡ് ഇൻ ഓഫ്ലൈൻ മോഡ്. സോ പലയിടത്തും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബോംബെയിൽ ഒരു കമ്പനി വിസിറ്റ് ചെയ്തു, അവർ കേരളത്തിൽ ഡ്രൈവ് നടത്തുമ്പോൾ ഓൾറെഡി അതിന്റെ ഒരു പാറ്റേൺ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. ചിലപ്പോൾ കമ്പനീസ് പാറ്റേൺ ചേഞ്ച് ചെയ്യും. ഓക്കെ, നമുക്ക് കോർ കമ്പനീസ് ഫോർ എക്സാമ്പിൾ ശോഭ ഡെവലപ്പേഴ്സ് പ്ലേസ്മെന്റ് നടത്തിയപ്പോൾ വി ഡു ട്രെയിനിങ് ഇൻ കോർ മോഡ്. ഓക്കെ, ഇലക്ട്രിക്കൽ കമ്പനീസ് പ്ലേസ്മെന്റ് വരുമ്പോൾ ഇലക്ട്രിക്കൽ ബേസ്ഡ് ഇന്റർവ്യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ structured core training mechanism നമുക്കുണ്ട്. Okay, so what you get is you will get an app, okay, where all recorded videos are there. Then you get mentorship program where you'll be mentored by a senior professional and tell you what to study on weekly basis. You have a structured test. Okay, then you have pattern training. For example, a company say L&T is coming for recruitment or Accenture is coming for recruitment. സോ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന്റെ പാറ്റേൺ വർക്ക്ഔട്ട് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ അൺലിമിറ്റഡ് മോക്ക് ഇന്റർവ്യൂസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡന്റ് പറയുകയാണ് ആ കുട്ടിക്ക് കോഹിഡിസെന്റ് കിട്ടി, നാളെ ഇന്റർവ്യൂ ആണ്. സോ വാട്ട് വി ഡു ഇസ് ആ പഴയ പാറ്റേണിൽ വി ഡു മോക്ക് ഇന്റർവ്യൂ ഫോർ ദാറ്റ് കമ്പനി. ഇങ്ങനെയാണ് നമ്മുടെ ട്രെയിനിങ് സിസ്റ്റം പോകുന്നത്. ആൻഡ് വി പ്രൊവൈഡ് യു മെനി മെറ്റീരിയൽസ് ഓൾസോ. പഴയ GD ടോപ്പിക്സ് ഇന്റർവ്യൂ ഉള്ള ഒരു ബുക്ക് വിൽ ബി പ്രൊവൈഡിങ് യു ആസ് ഇ ബുക്ക്. Then we also provide a book where previous questions are worked out. We call it placement bites. That area, 3 കഴിവുള്ള സ്റ്റുഡൻസ് ചെയ്തൊരു വർക്കാണ്. So all this support will be provided to you. So definitely you can work hard and ace your dream job. ഇവിടെ ജോയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ജോയിൻ ചെയ്യണമെന്ന് പ്ലേസ്മെന്റ് കിട്ടണമെങ്കിൽ it doesn't mean that you have to join CGP Career Avenues.
but we have a system to help you to get a job. കാരണം നമുക്ക് വർഷങ്ങളായിട്ടൊരു സിസ്റ്റം ഉണ്ട് which help you to ease out getting a job. Okay. ഇതിന് CGP ജോയിൻ ചെയ്താലും സിസ്റ്റമാറ്റിക് ഹാർഡ് വർക്ക് ഈസ് റിക്വയർഡ്. പക്ഷെ ഒരു മെന്റേർഡ് അപ്രോച്ച് ആവുമ്പോൾ റിസ്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടും. Okay. So we are starting a new batch on Friday. You can think about joining that batch and we'll be with you to help you to ace your dream job. ഇപ്പൊ കോഡിങ്ങിന്റെ കേസ് ആയാലും ഏത് ബ്രാഞ്ച് ആയാലും ഓക്കെ, ബേസിക് കോഡിങ് പഠിക്കാൻ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമല്ല. ഇനി നിങ്ങൾക്ക് ഒട്ടും കോഡിങ് ഇഷ്ടമല്ലെങ്കിൽ then you can focus your code jobs. Okay. അപ്പൊ എല്ലാ കോളേജുകളിലും they are doing their best to train you. പക്ഷെ അവർ ലിമിറ്റേഷൻ എല്ലായിടത്തും ഉണ്ടാവും. ഒരു കുട്ടിക്ക് 5 മോക്ക് ഇന്റർവ്യൂ ഒന്നും ഒരു കോളേജിന് കൊടുക്കാൻ പുതിയ പാടായിരിക്കും. ബട്ട് ദാറ്റ് വി ആർ ഏബിൾ ടു പ്രൊവൈഡ്. ഇപ്പൊ കോളേജിന് ഒരു കുട്ടി കോഡിങ് വളരെ മോശമാണെങ്കിൽ ഓഫ് കോഴ്സ് ജനറൽ ബാച്ചിന് ഇരുത്താൻ പറ്റുള്ളൂ. വി ക്യാൻ ഹാവ് എ സ്പെസിഫിക് 1-to-1 സെഷൻസ് ഓൾസോ ഇൻ വേഴ്സ് സിനാരിയോ. അങ്ങനെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ joining a placement training program is always going to help you to get your dream job. ഇനി പല കുട്ടികളും ഞാൻ പലപ്പോഴും പറയാറുണ്ട് കാണിക്കുന്ന മിസ്റ്റേക്ക്, when they hear that coding അറിഞ്ഞൂടാ, what they do is they join Python, Java courses. അത് പ്ലേസ്മെന്റ് കിട്ടാൻ ഗുണമല്ല. കാരണം അവിടെ പഠിപ്പിക്കുന്ന ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാംസ് ആണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ആവശ്യം ഡേറ്റ സ്ട്രക്ചേഴ്സ് അങ്ങനത്തെ കൺസെപ്റ്റ്സ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനാണ്. മറ്റേ കോഡിങ് ആപ്സും ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന കോഡിങ് എപ്പോഴാണ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പ്ലേസ്ഡ് ആവാതിരിക്കുകയും കോഴ്സ് കഴിഞ്ഞിട്ട് ഇന്റേൺ ആയിട്ട് ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് എക്സ്പീരിയൻസ് കയറാൻ വേണ്ടി അത് ഗുണം ചെയ്യും. നിങ്ങളുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഗുണം ചെയ്യും. ബട്ട് നോട്ട് ഇൻ ഗെറ്റിംഗ് എ സർവീസ് ബേസ്ഡ് കമ്പനി ജോബ് ഓർ എ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി ജോബ്. അതിനാവശ്യം കൺസെപ്ച്വൽ ട്രെയിനിങ് ആണ്. വേർ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം. സ്ഥിരം ചോദിക്കുന്ന കോഡിംഗ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ അറിയണം, അത് വർക്ക്ഔട്ട് ചെയ്യണം. That is what is required. Okay. Anyone interested to join us, you can contact us. We'll be more than happy to support you. Okay. ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. മെയിൻ മെസ്സേജ് ഇതാണ്, പ്ലേസ്ഡ് ആയില്ല എന്ന് വെച്ചാൽ നത്തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, ഒരു ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ജസ്റ്റ് പ്ലാൻ യുവർ സ്റ്റഡീസ്. നോ നീഡ് ടു ബി പാനിക്. ഓക്കെ, താങ്ക് യു.